ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 2 ഗീതാ വിഷയ സംഗ്രഹം. ശ്ലോകം 23. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. വിവർത്തനം. ആത്മാവിനെ ആയുധങ്ങൾക്ക് മുറിക്കാനാവില്ല. അഗ്നിക്ക് ദഹിപ്പിക്കുവാനോ വെള്ളത്തിന് നനയ്ക്കാനോ കാറ്റിന് ശോഷിപ്പിക്കാനോ കഴിയുകയില്ല. ഭാവാർത്ഥം. വിവിധ ശാസ്ത്രങ്ങളാകട്ടെ, തീനാളങ്ങൾ, പേമാരി, കൊടുങ്കാറ്റ് ഇവയാകട്ടെ ആത്മാവിനെ ഹനിക്കുവാൻ ഉതകുകയില്ല. ആധുനിക കാലത്തെ ആഗ്നേയ ആയുധങ്ങൾക്ക് പുറമേ പൃഥ്വി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവ കൊണ്ടെല്ലാം നിർമ്മിക്കപ്പെട്ട പലവിധം ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് വേണം കരുതാൻ. ആധുനിക കാലത്തെ അണ്വായുധങ്ങളെ ആഗ്നേയാസ്ത്രങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. എന്നാൽ മുൻപ് വിവിധതരം ഭൗതിക വസ്തുക്കളാൽ നിർമ്മിതമായ അനേകം ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അഗ്നിയായുധങ്ങളെ ജലായുധങ്ങൾ കൊണ്ട് എതിരിട്ടു പോന്നു. ഇന്നത്തെ സയൻസിന് അവയെപ്പറ്റി അറിഞ്ഞുകൂടാ. കൊടുങ്കാറ്റുണർത്തുന്ന ആയുധങ്ങളെപ്പറ്റിയും ആധുനിക ശാസ്ത്രജ്ഞന്മാർക്കറിയില്ല. പക്ഷേ എത്ര ശാസ്ത്രീയങ്ങളായ ഉപകരണങ്ങൾ ഉണ്ടായാലും ആത്മാവിനെ കീറിമുറിക്കാനോ നശിപ്പിക്കാനോ അവയ്ക്ക് സാധിക്കുകയുമില്ല. ജീവാത്മാവ് എങ്ങനെ നിലവിൽ വന്നു എന്നും അജ്ഞത മൂലം മായാശക്തിയാൽ ആവരണം ചെയ്യപ്പെട്ടു എന്നും മായാവാദികൾക്ക് വിശദീകരിക്കാൻ സാധ്യമല്ല. ജീവാത്മാവിനെ പരമാത്മാവിൽ നിന്നും വേർപെടുത്താനാവില്ല. അവ എന്നെന്നും പരമാത്മാവിന്റെ ഭിന്നാംശങ്ങളാണ്. ശാശ്വതനായ ജീവാത്മാവ് അണുമാത്രനാകയാൽ മായാശക്തിക്കടിപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. തീക്കട്ടയിൽ നിന്നുദ്ഭവിക്കുന്ന തീപ്പൊരികൾ തീക്ക് വെളിയിൽ പോകുമ്പോൾ അണഞ്ഞു പോകുന്നതുപോലെ ഭഗവാന്റെ സത്സംഗത്തിൽ നിന്നും വിട്ടുപോകുന്ന ജീവാത്മാക്കൾ മായാശക്തിക്കടിപ്പെടുന്നു. വരാഹപുരാണത്തിൽ ജീവാത്മാക്കളെ പരമാത്മാവിന്റെ വിഭിന്ന അംശങ്ങളായി പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീത സിദ്ധാന്തിക്കുന്നതും അവ എക്കാലത്തും അങ്ങനെ ആയിരിക്കുമെന്നാണ്. മായാശക്തിയിൽ നിന്നും മോചനം ലഭിച്ചാലും ജീവാത്മാവ് പ്രത്യേകമായ വ്യക്തിത്വം പുലർത്തുന്നു. ഗീതോപദേശത്തിൽ നിന്ന് ഇത് വ്യക്തമാകുന്നുണ്ട്. കൃഷ്ണനിൽ നിന്ന് ആർജിച്ച അറിവ് കൊണ്ട് അർജുനൻ മുക്തനായി. എന്നാൽ അദ്ദേഹം കൃഷ്ണനോട് ഒരിക്കലും ഏകീഭവിച്ചില്ല. ശ്ലോകം 24. അച്ഛേദ്യോയം നാദാഹ്യോയം അക്ലേദ്യോ ശോഷയേവ ച നിത്യഃ സർവഗതസ്ഥാണുർ അജലോയം സനാതനഃ. വിവർത്തനം. ജീവാത്മാവിനെ മുറിക്കാനോ ദഹിപ്പിക്കാനോ കുതിർക്കാനോ ഉണക്കാനോ കഴിയില്ല. ശാശ്വതനും സർവത്ര ഗമിക്കാൻ കഴിവുള്ളവനും പരിണാമങ്ങൾക്കതീതനും അചഞ്ചലനും നിത്യനുമാണ് ഈ ആത്മാവ്. ഭാവാർത്ഥം. അണുമാത്രനായ ജീവാത്മാവ് പരമാത്മാവിന്റെ ഒരംശം മാത്രമാണെന്നും അത് അപ്രകാരം ശാശ്വതമായി മാറ്റമില്ലാതെ നിലനിൽക്കുമെന്നും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വിശേഷണങ്ങൾ നിശ്ചയമായും തെളിയിക്കുന്നു. അദ്വൈതവാദത്തിനിവിടെ പ്രസക്തിയില്ല. കാരണം വ്യക്തിത്വമാർന്ന ജീവാത്മാവ് ഒരിക്കലും പരമാത്മാവിൽ ലയിക്കുന്നില്ല. ഭൗതിക കൽമഷങ്ങളിൽ നിന്ന് മുക്തനായ ജീവാത്മാവ് പരമദിവ്യോത്തമ പുരുഷന്റെ ജ്യോതി പ്രസരണത്തിൽ ഒരാത്മീയ സ്ഫുലിംഗമായി നിലകൊള്ളാൻ ഇഷ്ടപ്പെട്ടേക്കാം. പക്ഷേ ബുദ്ധിമാന്മാരായ ജീവാത്മാക്കൾ ഭഗവത് സംഗമത്തിനു വേണ്ടി ആത്മീയ ഗ്രഹങ്ങളിലേക്ക് കടക്കുക തന്നെ ചെയ്യും. സർവഗതഃ, സർവവ്യാപി എന്ന വിശേഷണം അർത്ഥപൂർണമാണ്. ഈശ്വര സൃഷ്ടിയിൽ എവിടെയും ജീവഗണങ്ങളുണ്ട് എന്നുള്ളതിന് സംശയമില്ല. ഭൂമിയിലും വെള്ളത്തിലും വായുവിലും മണ്ണിനടിയിലും തീയിൽ പോലും അവ ജീവിക്കുന്നു. അഗ്നി കൊണ്ട് അണുപ്രാണികളെ
നശിപ്പിക്കാമെന്ന വിശ്വാസം അംഗീകരിക്കാനാവില്ല. എന്തെന്നാൽ ആത്മാവ് അഗ്നിയിൽ ദഹിക്കപ്പെടുന്നില്ലെന്നിവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നിലയ്ക്ക് സൗരഗ്രഹത്തിലും അവിടെ ജീവിക്കാനുതകുന്ന ശരീരഘടനകളോടു കൂടിയ ആത്മാക്കളുണ്ടാകുമെന്നതിൽ സംശയം വേണ്ട. സൗരമണ്ഡലത്തിൽ ജീവജാലങ്ങളില്ല എന്നു വരികിൽ സർവഗതഃ എന്ന പദപ്രയോഗം അർത്ഥശൂന്യമാണെന്ന് വരുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.